UDF അവരുടെ ഭരണം അവസാനിപ്പിച്ചപ്പോ 3000 കോടി രൂപ KSRTCയുടെ ഏതാണ്ട് എല്ലാ ആസ്തികളും പണയപ്പെടുത്തി എടുത്തിട്ട് പരസ്യമായിട്ട് പറഞ്ഞല്ലേ പ്രധാനമന്ത്രി ഇത് നിലനിൽക്കില്ലെന്ന്. 12,000 കോടി രൂപ മുടക്കിയിട്ടാണ് ഇപ്പൊ ഈ KSRTC വരവും ചെലവും ഒപ്പത്തിനൊപ്പം കൊടുക്കുന്നത്. ഇനി എന്താ മുൻഗണന? ഇനി അടിയന്തരമായിട്ട് വേണ്ടത് പാവപ്പെട്ട പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കണം. ജീവനക്കാര് നന്നായി പണിയെടുത്തിട്ടാണ് ഈ വരുമാനം ഇങ്ങനെ വർദ്ധിച്ചിട്ടുള്ളത്. അവർക്കൊരു അംഗീകാരം നൽകണം. പൊതു ഗതാഗത സംവിധാനം എന്ന നിലയിൽ KSRTC ശക്തിപ്പെടുത്തണം. എന്തുകൊണ്ടാണ്? അങ്ങനത്തെ ഒരു ഗതാഗത സംയോജിത സംവിധാനത്തെ കുറിച്ച് നിങ്ങള് ഹൈസ്പീഡ് ട്രെയിന് വന്നിറങ്ങിയാൽ RTTS വഴിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെട്രോ വഴി പോവാം, അല്ലെങ്കിൽ പൊതു ഗതാഗതത്തിലൂടെ പോവാം, നിങ്ങൾക്ക് പിന്നെ ഓട്ടോ പിടിക്കാം, അതിനെ കൊറ്റ ടിക്കറ്റിന് എല്ലാത്തിനും അവസാന മൈലിൽ നടന്നു പോകാം. ഇങ്ങനൊരു സംയോജിത ഗതാഗതത്തിൽ ഏറ്റവും നിർണായകമാണ് പൊതുഗതാഗതം എന്ന് പറയുന്നത്, KSRTC എന്ന് പറയുന്നത്. അതിനെ സംരക്ഷിക്കുന്നതും വേണ്ട പണം കൊടുക്കുകയും ചെയ്യും. അപ്പോഴാണ് ഇപ്പോ വിഷമിച്ചൊരു 12 കോടി രൂപ പ്രതിദിന വരുമാനത്തിലേക്ക് എത്തുമ്പോ അതിന്റെ പാതി സബ്സിഡിയാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ട, നന്നാക്കാൻ വേണ്ടിയിട്ട. അതുകൊണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി ഗ്യാരണ്ടി ചെയ്യുന്നത് കേരളത്തിന്റെ നാശം. ഇരുണ്ട കാലത്തേക്കുള്ള തിരിച്ചുപോക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു എന്നാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഇത് കേരളത്തിലേക്ക്